Hello everybody, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. ഞാൻ കഴിഞ്ഞ തവണ കോൺവെർസേഷൻ കംപ്ലീഷൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് അത് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്സ് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള ഗ്രാമർ വീഡിയോസ് ചെയ്യണം എന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് മുമ്പ് ഒരുപാട് ഗ്രാമർ വീഡിയോസ് ഒക്കെ ചെയ്യാം. ഇന്ന് നമ്മളൊരു സിമ്പിൾ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഏതാണത്? യെസ്, പ്രിപ്പോസിഷൻ എന്ന് പറയരുത്, എന്ത് പറയണം? പ്രപ്പോസിഷൻസ്. എന്താണ് പ്രപ്പോസിഷൻസ്? സോ എന്താണ് പ്രപ്പോസിഷൻസ്? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പരിചയമുണ്ടെങ്കിൽ, പാഠഭാഗങ്ങളൊക്കെ വായിച്ച ശീലം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇത്, പ്രപ്പോസിഷൻസ്. എന്താണ് പ്രപ്പോസിഷൻ? എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് പ്രപ്പോസിഷൻ മിനിമം ഒരു 4 മാർക്കിന് ചോദ്യം ഉണ്ടാവും. നോക്കൂ, ഇങ്ങനെ ഒരു ചോദ്യം നോക്കാം നമുക്ക്. Fill in the blanks with suitable prepositions from those given in brackets. So ഈ വേർഡ്സ് ഉണ്ടല്ലോ, ത്രൂ, ഇൻ, ഓഫ്, ടു, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രപ്പോസിഷൻസ് എന്ന് വിളിക്കുന്നത്, അല്ലെ? ആക്ച്വലി ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ്, പക്ഷെ തെറ്റിക്കാൻ സാധ്യതയുണ്ട്, കാരണം നമ്മൾ ഓവർ കോൺഫിഡൻസ് കാണിക്കും. അപ്പൊ എന്താ ചെയ്യുക? അതിനൊരു സിമ്പിൾ ട്രിക്ക് നാച്ചു സാർ പറഞ്ഞുതരാം. നോക്കൂ, ആദ്യം നമ്മളിത് വായിക്കുന്നത് ഏതാ ചാപ്റ്റർ? ഷീൽഡ് ഓഫ് കറേജ് ആണ്. നീർജാസ് ലീഡർഷിപ്പ് ആൻഡ് quick thinking were instrumental, very important, crucial എന്നുള്ള അർത്ഥത്തിലാണ് instrumental through guiding the passengers. അതല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ പ്രപ്പോസിഷനും ഇൻസേർട്ട് ചെയ്ത് നോക്കി. ഇറ്റ്സ് എ വെരി സിമ്പിൾ ട്രിക്ക്. ഇനിയോ, ഇൻസ്ട്രുമെന്റൽ ഇൻ ഗൈഡിങ് ദ പാസഞ്ചേഴ്സ്, പാസഞ്ചേഴ്സിനെ ഗൈഡ് ചെയ്യുന്നതിൽ. അപ്പൊ ഇന്നോട് കൊള്ളാം. ഇൻസ്ട്രുമെന്റൽ ഓഫ് എന്ന് വെച്ചാൽ ഇന്ത്യ എന്നാണ്, അപ്പൊ അതല്ല. ഇൻസ്ട്രുമെന്റൽ ടു ഗൈഡിങ് അല്ല, അവിടെ അപ്രോപ്രിയേറ്റ് എന്താണ്? ഇൻസ്ട്രുമെന്റൽ ഇൻ ഗൈഡിങ്. അതെന്തുകൊണ്ടാണ് ഇൻ ഗൈഡിങ്? ഗൈഡ് ചെയ്യുന്നതിൽ എന്നാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഒരു ഓപ്ഷൻ കട്ടായി. ഇനി മുന്നോട്ട് പോകും. പാസഞ്ചേഴ്സ് ഡാഷ് എസ്കേപ്പ്. എന്തിന്? എസ്കേപ്പ് ചെയ്യാൻ, ഒരു കാര്യം ചെയ്യാൻ. അപ്പോ നമുക്ക് ഒരു കണ്ണും പൂട്ടി ആൻസർ ചെയ്ത് എന്താണ്? ടു എസ്കേപ്പ് ഡാഷ് എമർജൻസി എക്സിറ്റ്. എമർജൻസി എക്സിറ്റിലൂടെ, അല്ലെ? ഒരു കാര്യത്തിലൂടെ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഏതാ? അടിപൊളി. ഏതാണ്? ത്രൂ ആണ്. ദെൻ ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഡാഷ് ദ chaos ആൻഡ് കൺഫ്യൂഷൻ. chaosന്റെയും കൺഫ്യൂഷന്റെയും, അല്ലെ? ഒരു കാര്യത്തിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പ്രപ്പോസിഷൻ ഉപയോഗിക്കാം? ഓഫ് ദ chaos ആൻഡ് കൺഫ്യൂഷൻ. സോ ഈ രീതിയിൽ ആലോചിച്ചാൽ ഒരിക്കലും പ്രപ്പോസിഷൻ തെറ്റിപ്പോവില്ല. എനിക്കറിയാം ഇത് അങ്ങനെ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമല്ല, പക്ഷെ ഈ ഒരു മെത്തേഡ് വളരെ സിമ്പിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വന്നാലോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ പ്രപ്പോസിഷൻസ് ഫ്രം ദി ദോസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? എബൌട്ട് ഉണ്ട്, ഔട്ട് ഉണ്ട്, ബൈ ഉണ്ട്, ബിഹൈൻഡ് ഉണ്ട്, ബട്ട് ഉണ്ട്. സോ നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കൂ. അതായത് നിങ്ങൾ ഇത് മൊത്തം ഒന്നും എഴുതണ്ട, എ ബി സി ഡി എന്തായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ പറയാ. അടുത്തത് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്നൊക്കെ നിങ്ങൾ പറയാ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത്, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറന്നു വരുന്നത്. താങ്ക് യു എവ്രിബഡി. ദിസ് ഇസ് നിങ്ങളുടെ സ്വന്തം നാച്ചു സാർ സൈനിങ് ഓഫ് ഫ്രം Xylem Learning. ബൈ ബൈ.